നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണത്തെ ലോകകപ്പിന് മുന്നോടിയായി ഫുട്ബോൾ നിയമങ്ങളിൽ 4 പ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് പലതും പ്രധാനമായും ഫുട്ബോൾ കളിയെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നതാണ്. ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിനിടെ സമയം നഷ്ടപ്പെടുത്താനും റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും ശ്രമിച്ചാൽ പ്രശ്നമാവും. ഇനി കളി മാറും എന്നുള്ളതാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരെയാണ് ഈ 4 നിയമങ്ങൾ. ഈ 4 നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് ഫുട്ബോളിലെ നിയമനിർമ്മാതാക്കളായ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് ഇഫാബാണ് ഈ നിയമങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നൊക്കെ ആ 4 ഏതാണെന്ന് നോക്കാം. വാ പൊത്തി മിണ്ടരുത്. മത്സരത്തിനിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടെ എതിർ ടീം കളിക്കാരനുമായി സംസാരിക്കുമ്പോൾ കൈ ഉപയോഗിച്ചോ ജേഴ്സി ഉപയോഗിച്ചോ വായി മൂടിയാൽ ഉടൻ റെഡ് കാർഡ് കിട്ടും. രണ്ടാമത്തത് മൈതാനം വിടരുത്. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മൈതാനം വിട്ടാൽ റെഡ് കാർഡ് ഉറപ്പാണ്, ചുവപ്പ് കാർഡ് ഉറപ്പാണ്. മൂന്നാമത് ത്രോ കിട്ടുമല്ലോ, പന്ത് സൈഡ് ലൈനിലേക്ക് പുറത്തു പോകുമ്പോൾ എതിർ കളിക്കാരനെ അടിച്ച് പുറത്തു പോയാൽ ഈ ടീമിലുള്ള കളിക്കാരന് ഒരു ത്രോ കിട്ടും. ആ ത്രോ വൈകിക്കരുത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചില സമയം വൈകിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അടവുകളൊക്കെ കളിക്കാർ ത്രോ ഒക്കെ വൈകിക്കും. അതിനി നടക്കില്ല. റഫറി കൈ ഉയർത്തി 5 സെക്കൻഡ് എണ്ണും. 5 സെക്കൻഡ് അതിനുള്ളിൽ ത്രോ എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് ആ ത്രോ കൊടുക്കും. മനസ്സിലായില്ല? 5 സെക്കൻഡിൽ ത്രോ എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് ത്രോ കൊടുക്കും. അതുപോലെ 5 സെക്കൻഡിൽ ഗോൾ കിക്ക് എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് കോർണർ കിക്ക് അനുവദിക്കും. മനസ്സിലായില്ലേ? എതിർ ടീമിന് കോർണർ കിക്ക് അനുവദിക്കും. അപ്പോൾ ഗോൾ കിക്ക് 5 സെക്കൻഡിനുള്ളിൽ, ത്രോ 5 സെക്കൻഡിനുള്ളിൽ. പിന്നെ നാലാമത്തത് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് പകരക്കാർ വൈകരുത്. അതിലൊക്കെ ഈ സമയം വൈകിക്കാൻ വേണ്ടി, കളിയിൽ മേധാവിത്വമുള്ള ടീം എപ്പോഴും സമയം വൈകിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇത്തവണ ചെയ്താൽ ശരിക്ക് വിവരമറിയും എന്നർത്ഥം. സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് കാണിച്ച ശേഷം, അതായത് ഇന്ന കളിക്കാരനെ, ആ നമ്പറാണല്ലോ കാണിക്കുക, ഇന്ന കളിക്കാരനെ മാറ്റുന്നു, ഇന്ന കളിക്കാരനെ തിരിച്ചു വിളിക്കുന്നു. ആ നമ്പറുകൾ, അതായത് ജേഴ്സി നമ്പറുകളാണ് കാണിക്കുക. ആ ബോർഡ് അതിങ്ങനെ ഉയർത്തി കാണിക്കുക. ആ ബോർഡ് അത് 10 സെക്കൻഡ് മാത്രമാണ് താരങ്ങൾക്ക് മൈതാനം വിടാനുള്ള സമയം. അത് കാണിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡിനുള്ളിൽ കയറുന്ന കളിക്കാരൻ മൈതാനം വിടണം, ഇറങ്ങുന്ന കളിക്കാരൻ ഈ 10 സെക്കൻഡിനുള്ളിൽ ഇറങ്ങണം. അതിനുള്ളിൽ പുറത്ത് കടന്നില്ലെങ്കിൽ പകരക്കാരനായി ഇറങ്ങേണ്ട താരത്ത് 1 മിനിറ്റ് കാത്തു നിന്നതിന് ശേഷമേ മൈതാനത്ത് ഇറങ്ങാൻ അനുവദിക്കൂ. അപ്പോൾ അതായിരിക്കും ശിക്ഷ. എന്തായാലും ഈ ഫുട്ബോളിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഈ 4 നിയമങ്ങളും. അപ്പോൾ ആ 4 നിയമങ്ങൾ, പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ ലോകകപ്പോടുകൂടി ഫുട്ബോളിൽ വരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഈ വിവരങ്ങൾ ഞാൻ ശേഖരിച്ച് തരുന്നത് ഇന്ന് മലയാള മനോരമ പത്രത്തിലാണ് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിച്ച് തരുന്നത്.